സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഫേക്കായിട്ടൊക്കെ നിൽക്കാൻ കഴിയും. പ്രവീൺ ഇതാ ഇന്നലെ പ്രണവ് ഇട്ട വീഡിയോന് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും ഷോക്കായി. പ്രണവിനെ കുറിച്ച് പ്രവീൺ പറയുന്ന ഓരോ കാര്യങ്ങളും പ്രണവ് പറഞ്ഞിരുന്നു ഇന്നലെ. അവരെ ആരും ഇവിടുന്ന് ഇറക്കി വിട്ടില്ല. അവരുടെ സ്വയം ഇഷ്ടത്താൽ അവർക്ക് വാടക വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായത് കൊണ്ട് അവർ പോയതാണ്. ഇതാ പ്രവീൺ വന്നിരിക്കുന്നു തെളിവ് സഹിതം. അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ്റെയും തെളിവ് സഹിതം സോഷ്യൽ മീഡിയയിൽ തെറ്റുകാരനല്ല എന്ന് സ്ഥാപിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. പ്രവീൺ പറയുന്നു പ്രണവ് നന്നായി ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളുടെ ആരംഭം. അതിനു മുന്നേ ചെറിയ ചെറിയ ചീറ്റിലും പൊട്ടലും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ മെയിൻ പ്രശ്നം തുടങ്ങുന്നത് ഇവർ ഒരു പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛനും കൊച്ചുവും വന്നു, എന്തിനാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്, ഇതിവിടെ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് പ്രശ്നമുണ്ടാക്കുകയും പ്രവീൺ ഒരാൾ പിടിക്കുകയും മറ്റൊരാൾ അടിച്ച് പരത്തുകയും ചെയ്യുന്നത്. പ്രവീൺ പറയുന്നു ഒരു സ്വന്തം മകനാണെന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും തരാതെയാണ് അവർ എന്നെ അടിച്ചിരുന്നത്. നിറവയറായിട്ടുള്ള എൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു തുണി പോലും ഇല്ലാതെയാണ് അവർ എന്നെ അടിച്ചിരുന്നത്. സത്യം പറയാലോ എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ അങ്ങനെയും അവരുടെ വീഡിയോസ് കണ്ടിരുന്ന ഒരാൾ. ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല എന്ന് അച്ഛനും അമ്മയും കൊച്ചുവൊക്കെ പറഞ്ഞിരുന്നു ഇന്നലെ കൊച്ചുവിൻ്റെ വീഡിയോയിൽ. എന്നാൽ പ്രവീൺ ഓഡിയോ സഹിതം അല്ലെങ്കിൽ വീഡിയോ സഹിതം കാണിക്കുന്നുണ്ട് അവരുടെ ചാനലിൽ. പോകാൻ പറഞ്ഞതിൻ്റെ അച്ഛൻ്റെ വോയിസ്. അതുപോലെ തന്നെ മൃദുലയെ പച്ചത്തെറിയാണ് കൊച്ചു പെണ്ണ് ഇത്രത്തോളം സഹിച്ചിട്ടുണ്ടാകുമോ എന്ന് എനിക്ക്. എന്നെ കെട്ടിയതിന്റെ പേരിൽ അവൾ ഇത്രത്തോളം സഹിക്കേണ്ട ആവശ്യമുണ്ട്. അമ്മ എപ്പോഴും പറയും ആ മൃദുലയെ കെട്ടിയതിന് ശേഷമാണ് ഈ വീട് ഇങ്ങനെ നാശമായത്, ഈ വീട് ഇങ്ങനെ കുളമായത്, അവൾ വന്നു കയറിയതിന് ശേഷമാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത് എന്നൊക്കെ. 7 മാസം കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങുണ്ടായിരുന്നു. അന്ന് അമ്മ കരഞ്ഞിരുന്നു. അത് വെറും നാടകമാണെന്നാണ് മൃദുല പറയുന്നത്. അതിനുശേഷം തിരിച്ച് മൃദുല അവരുടെ വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ അമ്മ ചോദിക്കുന്നു 7 മാസം കഴിഞ്ഞില്ലേ, നീ ഇനി നിന്റെ വീട്ടിലല്ലേ നിൽക്കണ്ടേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. മൃദുല പറയുന്നു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരുന്നു പ്രവീണിന്റെ വീട്ടിൽ പോയത്. പക്ഷേ എന്ത് തന്നെയായാലും ഒരു അമ്മായിയമ്മ എന്ന് പറയുന്നത് ഒരു അമ്മയെ പോലെയല്ലേ കല്യാണം കഴിച്ചതിന് ശേഷം കാണുക. ഇങ്ങനെ പറയുമ്പോൾ, അതും ഞാൻ 7 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തൊക്കെ ഇമോഷൻസിലൂടെ ആയിരിക്കും ഞാൻ കടന്നു പോകുക. ആ സമയത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും. ഇതിപ്പോൾ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. സത്യയുടെ വീഡിയോസിൽ നിന്നൊന്നും ഒരു ഹിന്റ് പോലും, ഒരു ചെറിയ രീതിയിലുള്ള ഒരു വ്യത്യാസം പോലും ഇവർ 3 പേരെയും തിരിച്ച് കാണിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. പ്രവീണും മൃദുലയും പറയുന്നു കൊച്ചുവാണ് ആ വീട്ടിലെ രാജാവ്, അവൻ പറയുന്നതാണ് അവിടെ എല്ലാം. മൃദുല ഇത്രയും പ്രഗ്നൻ്റ് ആയിട്ട് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഫുഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോഴും ചെറിയ മകൻ തന്നെയാണ് വലിയ രാജാവായിട്ട് അവിടെ ഇരിക്കാറ്. ഞാൻ പറയുന്നു പ്രണവ് ഒരു പണിയും എടുക്കില്ല. വീഡിയോയ്ക്ക് വേണ്ടി 1 മണിക്കൂർ 2 മണിക്കൂർ അവൻ്റെ ഡോറിൽ പോയി തട്ടിയാൽ പോലും അവൻ ഡോർ തുറക്കില്ല. അറ്റ് ലാസ്റ്റ് അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുത്തണം അവനെ താഴേക്ക് വീഡിയോ ചെയ്യുവാൻ വേണ്ടി. ഒരു ബഹുമാനവും ഇല്ലാത്ത ഒരാളാണ് കൊച്ചു. വായിൽ തോന്നിയ അനാവശ്യമൊക്കെ വിളിച്ചു പറയും. അത് എന്നോട് പറയുന്നതായിക്കോട്ടെ, എൻ്റെ ഭാര്യയെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചില സമയത്തേക്ക് കാല് പിടിക്കേണ്ടി വരും ഒരു വീഡിയോ വന്ന് ചെയ്യാൻ കൊച്ചുവിനോട്. എന്നിട്ടോ റവന്യൂടെ നേർപകുതി അവൻ പറയുന്നു. ഡൊമസ്റ്റിക് വയലൻസ് ആണ് പലപ്പോഴുമായിട്ട് ആ വീട്ടിൽ നടക്കുന്നത്. ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളെ അറിയിക്കാത്തതാണ് ഞങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റിവിറ്റി നിങ്ങളെ അറിയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് തരണ്ട എന്ന് കരുതിയാണ് ഇതൊന്നും ഇതുവരെ പുറത്ത് പറയുന്നത്. നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്നാൽ കേസ് കൊടുത്തൂടെ എന്ന്. എത്രയായാലും എൻ്റെ അച്ഛനും അമ്മയല്ലേ എന്നാണ് പ്രവീൺ പറയുന്നത്. അമ്മയാണ് എല്ലാത്തിനും കാരണം. അമ്മയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇതുവരെ കൊണ്ടെത്തിച്ചത്. അമ്മയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇത്രയും വഷളാക്കിയത്. മുൻപ് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ അമ്മ എന്ത് കാര്യം വരുമ്പോഴും അവനെ സപ്പോർട്ട് ചെയ്താൽ എങ്ങനെയാണ്. ചിലപ്പോൾ ഞാൻ അവരുടെ മകനല്ലേ എന്ന് കൂടി തോന്നിപ്പോവാറുണ്ട്. മോൻ ജനിച്ചത് രാവിലെ, അവർ വന്നത് വൈകുന്നേരം. അതും അവരെല്ലാവരും കൂടി വട്ടമേശ സമ്മേളനം നടത്തി പോണോ വേണ്ടിയോ എന്നുള്ള ആലോചനയുടെ അവസാനത്തിലാണ് വൈകുന്നേരം വേണയോ വേണ്ടേ വിചാരിച്ചിട്ട് കാണാൻ. എൻ്റെ വീഡിയോസ് കണ്ടതല്ലേ, ഞാൻ എത്രത്തോളം ഓടിയിരുന്നു മൃദുലയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട്. ആരും കൂടെ ഇല്ലാതെ അപ്പോൾ പോലും അവനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീഡിയോയ്ക്ക് വേണ്ടി വരും. അവനുമൊത്തുള്ള വീഡിയോ. അല്ലെങ്കിൽ എന്താണ് നടക്കുന്നത് നാട്ടുകാരറിയില്ലേ, നാട്ടുകാർ ചോദിക്കില്ലേ ഇവരെന്തുകൊണ്ട് കുട്ടിയെ കാണാൻ പോയില്ല എന്ന്. ആരാനെ പോലെ വരും, വന്ന് കണ്ടു പോവും. മോനുമൊത്ത് ഒരു വീഡിയോ എടുക്കും. അതും അച്ഛനും അമ്മയാണ് നിർബന്ധിക്കുക കൊച്ചുവിനെ. ഒരു വീഡിയോ എടുത്ത് ഒരു വീഡിയോ എടുക്കൂ എന്ന്, അതും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ അവർക്ക് വേണ്ടിയിട്ടല്ല. എത്രത്തോളം വേദന അനുഭവിച്ചാണ് പ്രസവിച്ചത്. അവളെടുത്ത് ഒരു വാക്ക് പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല, ഒരു കോൾ പോലും ചെയ്തിട്ടില്ല. അതാ ഈ നിമിഷം വരെ. അപ്പോൾ ഇവർ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല. ഇന്നലെ കൊച്ചുവിൻ്റെ ആ വീഡിയോ വന്നപ്പോൾ ശരിക്കും ഇവർ ഷോക്കായി. ഒരു വീഡിയോ കൊച്ചു ചെയ്തു എന്ന് മനസ്സിലാകും. അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ എന്താ മിണ്ടാതിരിക്കുമോ? തെളിവുകളുണ്ട്, ആ തെളിവുകൾ നേരത്തെ ഞാൻ കാണിക്കുമെന്ന് ഇവർക്ക് ഊഹിച്ചൂടെ. ഒരു പ്രാവശ്യം പറഞ്ഞു. വിവാഹം കഴിഞ്ഞ ഉടനെ മൃദുലയായിരുന്നു പറഞ്ഞിരുന്നത്. അതിന് കഴിഞ്ഞ ശേഷം പ്രഗ്നൻ്റ് ആയപ്പോൾ തുണിനെയായി അമ്മ പറയുന്നു. ഒരു പ്രാവശ്യം പറയുന്നത് കേട്ടു, ഈ വയറ്റിലുള്ള കുഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ വീട് ഇങ്ങനെയൊക്കെ ആയത്, ഈ അനിയനും ചേട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് എന്ന്. എന്താ ഇപ്പോൾ ഇതിനൊക്കെ
പറയാം. സത്യം പറഞ്ഞാൽ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. ഇങ്ങനെ ആ അമ്മയുടെ അടുത്ത് പ്രവീൺ പറയുന്നു, ഇപ്പോൾ അവർ ഓരോ ഓഡിയോസ് ഒക്കെ വിടുന്നുണ്ട്, തെളിവുണ്ടാക്കുകയാണെന്ന് തോന്നുന്നു. തല്ലി ചതച്ച് നിറവയറായിട്ടുള്ള മൃദുല ഇടപെട്ടിട്ട് പോലും അവർ ഒതുങ്ങി. അടി തന്നെയായിരുന്നു. എന്റെ ഭാര്യയ്ക്കോ കുഞ്ഞിനോ എന്ത് വന്നാലും അത് ഓൺലി ബിക്കോസ് ഓഫ് അച്ഛൻ, അമ്മ ആൻഡ് കൊച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് ഇതിനൊരു എക്സ്പ്ലനേഷൻ പോലും തരാൻ കഴിയുന്നില്ല. കാരണം ഞാൻ അത്രയും ഷോക്കിലാണ്. വീടിനകത്ത് ഇങ്ങനെയൊരു തീ പുകയുന്നുണ്ട് അവരുടെ വീഡിയോസിൽ ഒരിക്കൽ പോലും തോന്നി. എന്നിരുന്നാൽ കൂടി ഒന്നോ രണ്ടോ പ്രോബ്ലം അല്ല, ഒരുപാട് പ്രശ്നങ്ങളുടെ അവസാനമാണ് ഇങ്ങനെയായി. ഒരു കൈ കൊട്ടിയാൽ മാത്രം സൗണ്ട് ഉണ്ടാവുകയില്ലല്ലോ, രണ്ട് കൈയും കൊട്ടിയാലല്ലേ സൗണ്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയും ചിലപ്പം ചെറിയ മകനല്ലേ എന്ന് കരുതി കൊച്ചുവിനോട് കൂടുതൽ സ്നേഹം കാണിച്ചിട്ടുണ്ടാകും. അത് അവർ ചെയ്ത ആദ്യത്തെ തെറ്റ്. എന്നാൽ ആ തെറ്റ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് പ്രവീൺ മനസ്സിലാക്കിയത് അടുത്ത ഈഗോ ക്ലാഷ്, യൂട്യൂബ് റവന്യൂ. മൃദുലയുടെ ഭാഗത്തും തെറ്റില്ല എന്നൊന്നും പൂർണ്ണമായി പറയാൻ കഴിയില്ല. മൃദുല വേണമായിരുന്നു പ്രവീണിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അച്ഛനും അമ്മയ്ക്കും കൊച്ചുവിനോടാണ് കൂടുതൽ സ്നേഹം എന്നുണ്ടെങ്കിൽ കൂടി ചെറിയ മോനോടുള്ള സ്നേഹമാണെന്ന് കരുതി, അങ്ങനെയാണെന്ന് കരുതി മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. എന്തായാലും ഇവർ ചീനനാറി സോഷ്യൽ മീഡിയയിൽ. ഇനി എന്തായാലും ഇതിന് മറുപുറമായിട്ട് പ്രണവിനും ഫാമിലിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറയാനുണ്ടാകും. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ലേ? ഇതൊക്കെ കണ്ട് ഇന്ന് മഞ്ഞളിച്ച് നിൽക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.